യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു അമ്പലത്തിലേക്ക് പോവാണ്. ഞാനും അച്ഛനും വാവയും കൂടിയിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത്. മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. തൃതീയ വാവ രണ്ടാമത്തെ പ്രാവശ്യമാണ് അവിടെ പോകുന്നത്. വാവക്ക് അവിടെ നമ്മൾ ചോറ് കൊടുത്തായിരുന്നു. ആദ്യം ചോറ് കൊടുത്തത് പറശ്ശിനിൽ നിന്നാണ്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അവിടുന്ന് ചോറ് കൊടുത്തു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. പകുതിയോളം മാത്രമേ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ മൃദംഗശൈലേശ്വരി ക്ഷേത്രം എവിടെയാണെന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിലെ മുഴക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ മൃദംഗശൈലേശ്വരി ക്ഷേത്രം. അവിടുത്തെ ദേവിക്ക് ഭയങ്കര ശക്തിയാണ്. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വിഗ്രഹം 3 പ്രാവശ്യം കളവ് പോയിട്ടുണ്ട്. എന്നിട്ടും അത് ഒരു പരിധിയിൽ കൂടുതൽ, അതായത് ഇത്ര കിലോമീറ്ററിനപ്പുറത്ത് ആ വിഗ്രഹം കളവ് കൊണ്ടുപോയവർക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങനെ അവിടെ കൊണ്ടുപോയവർ തിരിച്ച് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു എഴുത്ത് വെച്ചിട്ട് അവിടുന്ന് മടങ്ങിയിട്ട് ആ ക്ഷേത്രത്തിലെ വിഗ്രഹം തിരിച്ചു കൊണ്ടുവെക്കും. ആരെങ്കിലും തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു കഥ വരുന്നത്. നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. വാവ ഉറങ്ങിപ്പോയി കേട്ടോ, നല്ല ഉറക്ക. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മൾ പുറത്താട്ടോ വണ്ടി പുറത്തുനിന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്ത് റോഡിൻ്റെ അവിടെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത്. ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി. പിന്നെ ഋതുമോള് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നതാട്ടോ, വലിയ മൂടൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. അവിടെ പോയ സമയത്ത് കഥകളി ഇത് നടക്കും കേട്ടോ. കഥകളിയുടെ ഒരു ഫങ്ഷനാണ്. 3-4 ദിവസം നീണ്ടു നിന്ന് നല്ലൊരു മഹോത്സവമായിട്ട് അവിടെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കഥകളി മഹോത്സവമാണ്. 4 ദിവസത്തെ പരിപാടിയായിരുന്നു തോന്നുന്നു കേട്ടോ. നമ്മൾ പോകുന്ന സമയത്ത് അങ്ങനെ കുറച്ച് നേരം കഥകളൊക്കെ കണ്ടെത്തുന്നത് നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ കാണുന്നത്. അങ്ങനെ കഥകളിയൊക്കെ കണ്ടു. പിന്നെ ആ കാണുന്ന പുറത്തുള്ള സ്റ്റേജിലാണ് കേട്ടോ കഥകളി നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത്. അവിടെ നിന്ന് അതൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. നമ്മളും അങ്ങനെ കഥകളിയൊന്നും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ എവിടെയൊക്കെ അമ്പലത്തിലൊക്കെ ഇങ്ങനെ പോയപ്പോൾ കണ്ടിരുന്നല്ലാതെ. പിന്നെ അവിടെ നിന്ന് നേരെ റെസിപ്റ്റൊക്കെ മേടിച്ചത് വഴിപാടിൻ്റെ റെസിപ്റ്റൊക്കെ മുറിച്ച് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതു. പിന്നെ അവിടെ ചുറ്റുമുള്ള അമ്പലത്തിലേക്ക് നടന്നു. പിന്നെ പുറത്തെ വേറൊരു അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അമ്പലമുണ്ട്. അവിടെയൊക്കെ പോയി തൊഴുതു വന്നു. അപ്പം നമുക്ക് അമ്പലത്തിൽ പോയി തന്നെ മനസ്സിന് വല്ലാതൊരു കുളിർമയാണല്ലോ. അങ്ങനെ എന്താ പറയുക, അമ്പലത്തിൽ പോയ അന്ന് തന്നെ അന്നത്തെ ഒരു ദിവസം നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ടൊരു ശാന്തിയും സമാധാനം, ഭയങ്കര ഒരു കുളിർമയും അങ്ങനത്തെയൊക്കെ ഒരു ഭാവമുണ്ട്. അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയത്തില്ല. പിന്നെ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം ഒക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് പുറത്ത് പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇത്രയൊക്കെയാണ് വീഡിയോസ്.
Nisa